എല്ലാവർക്കും നമസ്കാരം. എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th ഫോർത്ത് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പീരിയോഡിക് ടേബിൾ എന്നാണ്. പീരിയോഡിക് ടേബിൾ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ചുറ്റുപാടുമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എലമെൻറ്റ്സ്, മൂലകങ്ങൾ ചേർന്നാണെന്നറിയാം. എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്താണ് സബ്സ്റ്റൻസുകൾ ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ചുറ്റുപാട് ഏകദേശം 120 എലമെൻറ്റ്സ്, 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഈ എലമെൻറ്റ്സിനെ വർഗീകരിച്ചിരിക്കുന്ന ഒരു ടേബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ടേബിളിന് നമ്മൾ പറഞ്ഞ പേരാണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ ഈ എലമെൻറ്റ്സിനെ വർഗീകരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളുണ്ട്. ആ ടേബിളിനെയാണ് നമ്മൾ വിളിച്ചത് പീരിയോഡിക് ടേബിൾ എന്ന് വിളിച്ചത്. എന്തിനാണ് ഈ മൂലകങ്ങളെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എലമെന്റ്സിനെ എന്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് വച്ചിരിക്കുന്നത്. അവയെക്കുറിച്ച്, ആ മൂലകങ്ങളെ കുറിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അവയുടെ പ്രോപ്പർട്ടീസ്, അവയുടെ ഭൗതികവും രാസപരവുമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മൂലകങ്ങളെ നമ്മളിങ്ങനെ എന്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒരു ടേബിൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ടേബിൾ നമ്മൾ പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയും. ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഹെൻറി മോസ്ലി ആണ്. മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ ഫോം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത്, പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിനകത്ത് പറയാൻ പോകുന്നത് എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. അതിന്റെ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നുള്ള ഒരു വർഗീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലോട്ട് പോകുന്നു. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അതായത് മൂലകങ്ങളുടെ വർഗീകരണത്തിൽ വന്ന ആ ഒരു എങ്ങനെയാണ് മൂലകങ്ങളുടെ വർഗീകരണം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിക്കുന്നതിന് ശ്രമിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അന്റോയിൻ ലാവോസിയർ. ഓക്കെ, എന്താണ് പേര്? അന്റോയിൻ ലാവോസിയെ. അന്റോയിൻ ലാവോസിയെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഹു അറേഞ്ച്ഡ് ദ എലമെന്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. മൂലകങ്ങളെ അവയുടെ ഭൗതികമായ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആരാണ്? അന്റോയിൻ ലാവോസിയ. Okay, Antoine Lavoisier, the first one who arranged the elements according to their physical properties. He classified the elements into metals and non-metals. മൂലകങ്ങളുടെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ലോഹങ്ങളെന്നും അലോഹങ്ങളും എന്നാണ് തരംതിരിച്ചത്. ഓക്കെ, അപ്പോൾ അന്റോയിൻ ലാവോസിയർ classified the elements into metals and non-metals. അപ്പോൾ first classification is based on the physical properties of elements, and Antoine Lavoisier classified the elements into metals and non-metals. അപ്പോൾ മൂലകങ്ങളെ, എലമെന്റ്സിനെ അവയുടെ ഭൗതികമായ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ അന്റോയിൻ ലാവോസിയർ രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് അത്? മെറ്റൽസും നോൺ മെറ്റൽസും. അപ്പോൾ ഈ മെറ്റൽസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ 8th മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ മെറ്റൽസ് എന്ന് വിളിച്ചത്. പക്ഷേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ it was found that some of the elements which possess both the characters of metals and non-metals, he couldn't arrange such elements, and the elements which possess both the characters of metals and non-metals are called metalloids. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എലമെന്റ്സിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, അതായത് ലോഹങ്ങൾ അലോഹങ്ങൾ എങ്ങനെ തരംതിരിച്ചു വെച്ചു. പക്ഷേ ചില മൂലകങ്ങൾ നോക്കിയപ്പോൾ, ചില മൂലകങ്ങളെ എടുത്തപ്പോൾ അവ എന്ത് ചെയ്യുന്നു? ഈ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അത്തരം മൂലകങ്ങളെ വിളിച്ച പേരാണ് ഉപലോഹങ്ങൾ എന്ന് വിളിച്ചു. ഉപലോഹങ്ങൾ എന്ന് വിളിച്ചു. പക്ഷെ ഈ ഉപലോഹങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ ആർക്കും സാധിച്ചില്ല? അന്റോയിൻ ലാവോസിയറിന് സാധിച്ചില്ല. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക് ഓർ ഡിമെറിറ്റ്സ് ഓഫ് ലാവോസിയർസ് ക്ലാസിഫിക്കേഷൻ. എനിവേ, അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്, and the classification was done by Antoine Lavoisier. He classified the elements into metals and non-metals, but some of the elements possess the characters of metals and non-metals. Such elements are called metalloids. He couldn't arrange
മെറ്റൽ. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക് ഓഫ് അണ്ടർ ലവോസിയസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ലവോസിയന്റെ ക്ലാസിഫിക്കേഷന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല? ലവോസിയറിന് കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്തൊരു സയന്റിസ്റ്റ് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഡോബർ റെയ്നർ എന്ന് പറയുന്നത്. ഡോബർ റെയ്നർ. So next one who classified the elements is ഡോബർ റെയ്നർ. അപ്പൊ അടുത്ത സയന്റിസ്റ്റ് ആരാണ്? ഡോബർ റെയ്നർ എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോ അടുത്തതായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ഡോബർ റെയ്നർ എന്ന ശാസ്ത്രജ്ഞനാണ് രണ്ടാമതായിട്ട് അടുത്ത മൂലകങ്ങളെ വർഗീകരിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തിയത്. ആരാണ്? ഡോബർ റെയ്നർ ആണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് he classified the elements into their properties. അവയുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മൂലകങ്ങളെ വർഗീകരിച്ചത്. അതായത് ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെ മൂന്ന് മൂലകങ്ങൾ വീതം അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകളായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അറേഞ്ച് ചെയ്തത്. അപ്പോൾ the elements with the similar properties are arranged in small groups contains 3 elements. 3 മൂലകങ്ങൾ വീതം അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകളായിട്ടാണ് ആര് അറേഞ്ച് ചെയ്തത്? ഡോബർ റെയ്നർ മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന എലമെന്റ്സ് ആണ് ലിഥിയം, അതുപോലെ സോഡിയം, പൊട്ടാസ്യം മുതലായവ. ഇവയുടെ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. ഇങ്ങനെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ 3 മൂലകങ്ങൾ വീതം അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകളായിട്ടാണ് ആര് ക്ലാസിഫൈ ചെയ്തത്? ഡോബർ റെയ്നർ ക്ലാസിഫൈ ചെയ്തത്. അപ്പോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ പറയുകയാണെങ്കിൽ 7 ആണ്, സോഡിയം 23 ആണ്, പൊട്ടാസ്യം 39 ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ എലമെന്റ്സിനെ 3 മൂലകങ്ങൾ വീതം അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ, അറേഞ്ച് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് അദ്ദേഹം കണ്ട കാര്യം ഇതാണ്: the atomic mass of the middle element is the average of the atomic mass of first and third one. അതായത് അദ്ദേഹം കണ്ട കാര്യം ഇതാണ്: ഇങ്ങനെ മൂലകങ്ങളെ സമാന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ 3 മൂലകങ്ങൾ വീതമുള്ള ചെറു ഗ്രൂപ്പുകളായിട്ട് ക്രമീകരിച്ചപ്പോൾ എവിടെ വരുന്ന നടുവിൽ വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ശരാശരിയാണെന്ന് ആര് കണ്ടെത്തി? ഡോബർ റെയ്നർ കണ്ടെത്തി. അപ്പൊ ഡോബർ റെയ്നർ കണ്ടെത്തിയ കാര്യം എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ശരാശരിയാണ് എന്ന് പറയുന്നത് ഇടയ്ക്ക് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്. അപ്പൊ ഡോബർ റെയ്നറുടെ കണ്ടെത്തൽ ഇതാണ്: he arranged the elements into small groups contains elements of 3 having similar properties. It was found that the atomic mass of the middle element is the arithmetic mean of the atomic masses of first and third one. ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകത്തിന്റെ അറ്റോമിക മാസിന്റെ ശരാശരിയാണ് നടുവിൽ വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. നോക്കി 7 + 39 ചെയ്യുമ്പോൾ 46 കിട്ടും. 46/2 കിട്ടുമ്പോൾ 23 കിട്ടും. അങ്ങനെയല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് ട്രയാഡ്സ്. അപ്പൊ ഈ അറേഞ്ച്മെന്റ്സിന് ഒരു പേര് വിളിച്ചു ട്രയാഡ്സ്, അല്ലെങ്കിൽ ത്രികങ്ങൾ എന്നാണ് വിളിച്ചത്. ത്രികങ്ങൾ എന്നാണ് ആര് വിളിച്ചത്? ഡോബർ റെയ്നർ വിളിച്ചത്. അപ്പൊ ഡോബർ റെയ്നറിന്റെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ത്രികങ്ങൾ എന്നാണ് വിളിച്ചത്. അപ്പോ എന്താ പ്രത്യേകത? എലമെന്റ്സിനെ അവയുടെ അറ്റോമിക മാസിന്റെ അവയുടെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള മൂലകങ്ങളെ 3 വീതമുള്ള ചെറു ഗ്രൂപ്പുകളാക്കി അറേഞ്ച് ചെയ്തു. അങ്ങനെ ക്രമീകരിച്ചപ്പോൾ എന്താ പ്രത്യേകത കാണാൻ കഴിഞ്ഞത്? ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകത്തിന്റെ അറ്റോമിക മാസിന്റെ ശരാശരിയാണ് ഇടയ്ക്ക് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ് എന്ന് കണ്ടെത്തി. ഓക്കെ, ഇത്തരം ക്ലാസിഫിക്കേഷനെ വിളിച്ച് പറയുന്നത് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്നാണ് വിളിച്ചത്. ട്രയാഡ്സ് അല്ലെങ്കിൽ വിളിച്ചു, ത്രികങ്ങൾ എന്ന് വിളിച്ചു. മനസ്സിലായോ? One of the drawback of the arrangement is he couldn't classify all the elements into triads. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിലെ ട്രയാഡുകളായിട്ട്, ത്രികങ്ങളായിട്ട് ക്രമീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഡോബർ റെയ്നറിന് കഴിഞ്ഞില്ല. അന്ന് വരെ കണ്ടെത്തിയിരുന്ന എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിലെ ത്രികങ്ങളായിട്ട് ക്രമീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല? ഡോബർ റെയ്നർ സാധിച്ചില്ല. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക് ഓഫ് ഡോബർ റെയ്നേഴ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മനസ്സിലായ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ based on physical properties. That classification is called that was done by Antoine Lavoisier. He classified the elements into metals and non-metals. Second classification that was done by Dober Reiner, and classification is called triads. Triads ന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത്?
ട്രയാഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെ 3 മൂലകങ്ങൾ വീതം അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകളാക്കിയാണ് ആര് അറേഞ്ച് ചെയ്തത്? ഡൊബറൈനർ ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ട്രയാഡ്സ്. ഓക്കെ, ഡൊബറൈനർ ഫോംഡ് small groups of 3 elements having similar properties and the arrangement is called triads. Triadsന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകത്തിന്റെ അറ്റോമിക മാസിന്റെ ശരാശരി ആയിരിക്കും നടുവിൽ വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്. പക്ഷെ എല്ലാ എലമെന്റ്സിനെ ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ഡൊബറൈനറിന് കഴിഞ്ഞില്ല. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ that was done by Newlands. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ആരുടെ ക്ലാസിഫിക്കേഷൻ? ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ. ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വാസ് ഡൺ ബൈ ജോൺ ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അപ്പോൾ ജോൺ ന്യൂലാൻഡ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ജോൺ ന്യൂലാൻഡ്സ് arranged the non-56 elements in the increasing order of their atomic mass. It was found that the properties of the 8th element is the repetition of the properties of the first one. അപ്പോൾ എന്താ പറഞ്ഞത്? ജോൺ ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അന്നുവരെ അറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ, അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ ക്രമീകരിച്ചപ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും സ്വഭാവങ്ങളിൽ ഒന്നാമത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. അപ്പോൾ എന്താ ചെയ്തത്? അപ്പോൾ അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ന്യൂലാൻഡ്സ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഫസ്റ്റ് മൂലകവുമായിട്ട് സ്വഭാവത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് വിളിക്കുന്നത്. സച്ച് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ലോ ഓഫ് ഒക്ടേവ്സ്. അഷ്ടക നിയമം എന്നാണ് വിളിക്കുന്നത്. അഷ്ടക നിയമം. ജോൺ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്ന പേരാണ് എന്താ? അഷ്ടക നിയമം എന്നാണ് ജോൺ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത്. ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് ആരുടെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത്? ജോൺ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത് എന്താണ്? ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ്. അപ്പോൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? അന്നുവരെ അറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ എന്ത് ചെയ്തു? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ ക്രമീകരിച്ചപ്പോൾ ഓരോ 8th എലമെന്റും ഫസ്റ്റ് എലമെന്റുമായിട്ട് സ്വഭാവത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ആൻഡ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ലോ ഓഫ് ഒക്ടേവ്സ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് 8 നോട്ട്സ് ഇൻ ദ മ്യൂസിക്. നമ്മുടെ മ്യൂസിക്കിനകത്തുള്ള 8 നോട്ടുകൾ പോലെയാണ്. നിങ്ങൾക്ക് അറിയാലോ, സരിഗമ പദ നീ കഴിഞ്ഞിട്ട് സാ റിപ്പീറ്റ് ചെയ്യുന്നത് അതുപോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് മ്യൂസിക് ഇൻ കെമിസ്ട്രി. രസതന്ത്രത്തിലെ സംഗീതം എന്ന് ഈ ക്ലാസിഫിക്കേഷനെ വിളിക്കാറുണ്ട്. നമ്മൾ സാ രി ഗ മ പ ധ നി പറഞ്ഞിട്ട് വീണ്ടും സാ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് മ്യൂസിക് ഇൻ കെമിസ്ട്രി. അപ്പൊ രസതന്ത്രത്തിലെ സംഗീതം എന്നറിയപ്പെടുന്ന ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ്? ജോൺ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എലമെന്റ്സിനെ ഇങ്ങനെ അറ്റോമിക് മാസിന്റെ ഓർഡറിൽ ക്രമീകരിക്കുമ്പോൾ അവയുടെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് കഴിഞ്ഞു. ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് കാൽസ്യം വരെയുള്ള എലമെന്റ്സിനെ മാത്രമേ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യാൻ ആൾക്ക് സാധിച്ചുള്ളൂ. ജോൺ ന്യൂലാൻഡ്സിന് സാധിച്ചുള്ളൂ. കാൽസ്യം വരെയുള്ള എലമെന്റ്സിനെ മാത്രം, അതായത് അറ്റോമിക് നമ്പർ 20 വരുന്ന ഒരു കാൽസ്യം വരെയുള്ള മൂലകങ്ങളെ മാത്രമേ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചുള്ളൂ? ജോൺ ന്യൂലാൻഡ്സിന് സാധിച്ചുള്ളൂ. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക് ഓർ ലിമിറ്റേഷൻ ഓഫ് ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻസ് എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ലൗസിയർ ആണ് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. ഹി ക്ലാസിഫൈഡ് ദ എലമെന്റ്സ് ഇൻടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ട്രയാഡ്സ്. ട്രയാഡ്സിന്റെ പ്രത്യേകത, ട്രയാഡ്സ് മീൻസ് ഇറ്റ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് 3 elements having similarities in their properties. ഓക്കെ, അപ്പോൾ ട്രയാഡ്സിന്റെ ഒരു പ്രത്യേകതയും പറഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ജോൺ ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം എന്നാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് റിമൈനിങ് പോർഷൻസുമായിട്ട് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.